പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ പെൺകുട്ടിക്ക് വനിതാ കമ്മീഷൻ കൗൺസിലിംഗ് ലഭ്യമാക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു സതീദേവി. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശനും പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി. ഒളിവിലിരുന്ന് സ്വയരക്ഷയ്ക്കു വേണ്ടി പ്രതി പറയുന്ന കാര്യങ്ങൾ അപമാനമുണ്ടാക്കുന്നു. പ്രതി പോലീസിനെയും നിയമ സംവിധാനങ്ങളെയും വെട്ടിച്ച് കടന്നുകളഞ്ഞ ആളാണ്. വളരെ ആസൂത്രിതമായ രൂപത്തിലാണ് പെൺകുട്ടിക്കെതിരായ പീഡനം നടന്നിട്ടുള്ളത്. സ്വന്തം വീട്ടുകാരോട് മൊബൈലിൽ സംസാരിക്കുന്നതിന് പോലും പെൺകുട്ടിക്ക് അനുവാദമില്ലായിരുന്നു. പെൺകുട്ടിക്ക് വനിതാ കമ്മീഷൻ കൗൺസിലിംഗ് ലഭ്യമാക്കും. അതിജീവിതയെ അപമാനിക്കുന്ന വിധത്തിൽ വാർത്തകൾ നൽകുന്നത് അവരുടെ ഭാവിക്ക് തന്നെ ദോഷകരമായി ബാധിക്കുന്നതിനാൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണമെന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. മാധ്യമങ്ങൾ വാർത്തയാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത്തരമൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത വരുന്നതിനിടയിൽ ഞാൻ തന്നെ കണ്ടിട്ടുള്ളത് ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ, പ്രതിസ്ഥാനത്ത് ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ പർവ്വതീകരിച്ച് ചിത്രീകരിച്ച് ഈ അതിജീവിതക്ക് തന്നെ വലിയ മാനസികമായിട്ടുള്ള പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള പരാമർശം ചാനലുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഖേദകരമാണ്. എങ്ങനെയാണ് ഈ ഗാർഹിക പീഡന കേസുകളിലായാലും ലൈംഗിക പീഡന കേസുകളിലായാലും അതിജീവിതകളെ സംബന്ധിച്ച് പരാമർശം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ഈ ആരോപണ വിധേയനായിട്ടുള്ള ഈ കക്ഷി, എതിർകക്ഷി, അയാളുടെ പ്രതി, അയാൾ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ രാജ്യം വിട്ടു എന്നുള്ളതാണ്. ആ രാജ്യം വിട്ട് പുറത്തു പോയിട്ടുള്ള ആളുടെ മുഖം ഞാൻ ഈ ചാനലിലൂടെ കാണാൻ കഴിഞ്ഞു. അയാൾ പറയുന്നത് ഇങ്ങനെ പർവ്വതീകരിച്ച് ചാനലുകൾ സ്ക്രോളിംഗ് ന്യൂസായിട്ട് പ്രചരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ അതിജീവിതയെ പറവൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. അതിജീവിതയെ അപമാനിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ നൽകരുത്. കേസ് അന്വേഷണത്തെ തന്നെ തടയുന്ന വിധത്തിലാണ് തെറ്റായ വാർത്തകൾ ചാനലുകൾ നൽകുന്നത്. ഈ കേസിൽ പരാതി വന്നതിനു ശേഷം പോലീസിനെയും നിയമ സംവിധാനങ്ങളെയും വെട്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞിട്ടുള്ള ആളുമായി ചാനലുകൾ ഫോണിലൂടെ സംസാരിച്ച് സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അയാൾ പറയുന്ന കാര്യങ്ങൾ കാണിക്കുന്നത് വളരെ അപമാനമുണ്ടാക്കുന്ന കാര്യമാണ്. ആരോപണത്തിന് വിധേയമായിട്ടുള്ളതാണ് ആ ഭർത്താവിൻ്റെ അമ്മയായിട്ടുള്ള സ്ത്രീ. അവർ പറയുന്ന കാര്യങ്ങളും ഇങ്ങനെ വലിയ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഈ രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഗാർഹിക പീഡന കേസുകളിലെ അതിജീവിതകളെ എങ്ങനെയാണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഗാർഹിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രൊട്ടക്ഷൻ ലോ ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പെൺകുട്ടിക്ക് മാനസികമായി വളരെ പ്രയാസമുണ്ടാക്കുന്ന തെറ്റായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗാർഹിക പീഡന കേസുകളിലും ലൈംഗിക പീഡന കേസുകളിലുമൊക്കെ അതിജീവിതകൾക്ക് സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിയമമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിജീവിതയുടെ പേരുപോലും പുറത്തേക്കു പറയാൻ പാടില്ലെന്നാണ് ഈ നിയമം അനുശാസിക്കുന്നത്. മാധ്യമങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ വളരെ അധിക്ഷേപകരമായി അതിജീവിതയെ അപമാനിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകളും പ്രചാരണങ്ങളും നടത്തുന്നതിൽ കർശനമായി ഇടപെടേണ്ടതായിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ കടുത്ത മാനസിക വ്യതകളിലൂടെയാണ് പെൺകുട്ടി കടന്നുപോയത്. അച്ഛനും അമ്മയും ഭർതൃഗൃഹത്തിലേക്ക് എത്തിയതുകൊണ്ട് മാത്രമാണ് പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാതിരുന്നത്. ശാരീരിക പീഡനത്തിന് ഇരയാക്കിയ ശേഷം പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഭർത്താവിന് കൂട്ടുനിന്നത് പുരുഷ സുഹൃത്താണ്. പുരുഷ സുഹൃത്ത് ആ വീട്ടിൽ താമസിച്ച സാഹചര്യം പരിശോധിക്കപ്പെടണം. സാധാരണഗതിയിൽ വിവാഹം കഴിച്ചുകൊണ്ടുവന്നിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യമുണ്ടായാൽ സ്ത്രീകൾ ആരെങ്കിലുമാകും കൂടെ പോകുക. ഇങ്ങനെ ചെയ്യാതെ പുരുഷ സുഹൃത്തിനെയും കൂട്ടിയാണ് ഭർത്താവ് പെൺകുട്ടിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുൾപ്പെടെ അന്വേഷിക്കണം. പുരുഷ സുഹൃത്തിനെതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കേസന്വേഷണം വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നതിന് പോലീസ് തയ്യാറാകണം. വളരെ ആസൂത്രിതമായ രൂപത്തിലാണ് പെൺകുട്ടിക്കെതിരായ പീഡനം നടന്നിട്ടുള്ളത്. സ്വന്തം വീട്ടുകാരോട് മൊബൈലിൽ സംസാരിക്കുന്നതിന് പോലും പെൺകുട്ടിക്ക് അനുവാദം നൽകിയിരുന്നില്ല. പെൺകുട്ടിക്ക് കൗൺസിലിംഗ് അനിവാര്യമാണെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനാവശ്യമായ സൗകര്യം വനിതാ കമ്മീഷൻ ലഭ്യമാക്കുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ, സഹോദരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ എന്നിവരുമായും വനിതാ കമ്മീഷൻ അധ്യക്ഷ സംസാരിച്ചു. വണ്ടി
കമ്മീഷണർ ബോധമില്ലാത്തതായതുകൊണ്ടാണ് അയാളോട് ഞാൻ അന്നെല്ലാം പര്യായം പറഞ്ഞാൽ ഇത് വലിയ ഇഷ്യൂ ആവും, ഇമ്മീഡിയറ്റ് ഒരു അറസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അതെവിടെയും രക്ഷപ്പെടും. ഞാൻ എപ്പോൾ ചെയ്തതെന്നൊരു ഞാൻ ആ ദിവസം ഐ ജി വിളിച്ചിരുന്നെങ്കിൽ സേതുരാമനായാലും അയാൾ അവസാനം ഇടപെട്ട് ഞാൻ രണ്ടാമത് വിളിച്ചത്, ഞാൻ ഇടപെട്ടിട്ടാണ് സസ്പെൻഡ് ചെയ്ത്, പുള്ളിയെ സസ്പെൻഡ് ചെയ്തത്. ഞാൻ പുള്ളിയോട് സംസാരിച്ചത് പറഞ്ഞ പോലെ ഞാൻ പിതാവിനോട് സംസാരിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് സംസാരിച്ചത്. വളരെ ഗൗരവമുള്ളൊരു കേസാണ്, ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് ചെയ്തത്. വിവാഹം കഴിഞ്ഞ 5ാമത്തെ ദിവസമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി നടപടി എടുക്കണം. നാളെ ആകുമ്പോഴേക്കും ഇതൊരു വലിയ ബോംബായി പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അപകടമാണെന്ന്. ആ കമ്മീഷണർ ഈ CA പോലെ തന്നെ നിസ്സംഗനായി നിന്ന് യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ് ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കി കൊടുത്തു. എന്തൊരു നീതിയാണ് നാട്ടിൽ കിട്ടുന്നത്, അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിനുശേഷം നോർത്ത് സോൺ IG വിളിച്ച് സംസാരിച്ചു. പക്ഷെ അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി ഇക്കാര്യത്തിൽ ഇടപെട്ടു. പക്ഷെ അപ്പോഴേക്കും പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അദ്ദേഹം CA സസ്പെൻഡ് ചെയ്യുകയും മറ്റു നടപടികളൊക്കെ സ്വീകരിച്ച് ഗൗരവമായി ഈ കാര്യത്തിൽ ഇടപെട്ടു. പക്ഷെ അപ്പോഴേക്കും ആൾ രക്ഷപ്പെട്ടു. ഇനി ഇവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വേറൊരു വിവാഹ വഞ്ചന കേസിൽ ഇയാൾ പ്രതിയാണ്. ഇവരെ വഞ്ചിച്ചിരിക്കുകയാണ്. ചീറ്റിംഗ് കൂടിയുണ്ട്. ഈ വിവാഹം തന്നെ അയാൾ നടത്തിയിരിക്കുന്നത് ചീറ്റിംഗാണ്. കാരണം വേറൊരു കുട്ടിയെ വിവാഹം നടത്തിയിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് അതും മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വിവാഹം നടത്തിയിരിക്കുന്നത്. ഇവൻ തട്ടിപ്പുകാരാണ്. ഇവൻ രക്ഷപ്പെട്ടാലും ഇവൻ വീണ്ടും ഇത് ആവർത്തിക്കും. മറ്റൊരു കുട്ടിക്ക് ഇത് വരരുത്. ഈ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് ഈ കുട്ടിയെ അത് സേഫാവും വേണം. അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ആ കുടുംബം കൊടുക്കണം. അതുപോലെ ഇവനെ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതിന് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ മാർഗങ്ങളും